2 വർഷമായി ഇസ്രായേൽ യുദ്ധം നടത്തിയത് ഹമാസിന്റെ അടിവേരു മാന്തിപ്പറിച്ച് ചുട്ടരിക്കാനാണ്. അങ്ങനെ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇസ്രായേൽ യുദ്ധഭൂമിയിൽ ഇതുവരെ നിറഞ്ഞത്. അതുകൊണ്ടാണ് ഏതാണ്ട് 68,000 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സാധാരണ മനുഷ്യരായിരിക്കുമ്പോൾ പോലും ഇസ്രായേൽ അവരുടെ കർമ്മം തുടർന്നത്. എന്നാൽ അമേരിക്ക ഒന്നിനും സമ്മതിക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക, ഇല്ലെങ്കിൽ ഞങ്ങളുടെ പിന്തുണയില്ല എന്നതാണ് ട്രംപിന്റെ നിലപാട്. ട്രംപിന്റെ മരുമകൻ ജേറഡ് കുഷ്നറും പശ്ചിമേഷ്യയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത്. ഇന്നലെ വീണ്ടും അന്തരീക്ഷം വഷളായ ഉടൻ തന്നെ ഇരുവരും അങ്ങോട്ട് പോയിട്ടുണ്ട്. കുഷ്നർ ഒരു മാധ്യമ സ്ഥാപനത്തിന് കൊടുത്ത അഭിമുഖത്തിൽ ഇന്നലെ പറഞ്ഞത് പശ്ചിമേഷ്യയിലെ പ്രശ്നം തീർന്നു, യുദ്ധം അവസാനിച്ചിരിക്കുന്നു, ഇനി വേണ്ടത് പരസ്പര സഹകരണമാണ്. ഫലസ്തീനും ഇസ്രായേലും പരസ്പരം സഹകരിച്ചു പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇസ്രായേൽ ഒരുക്കി കൊടുക്കണമെന്നാണ്. എന്നാൽ ഇസ്രായേൽ അത് വിശ്വസിക്കുന്നില്ല. പശ്ചിമേഷ്യയിലെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഹമാസ് ഇല്ലാതാകണം എന്നതാണ് ഇസ്രായേലിന്റെ പിടിവാശി. ഹമാസ് അപ്പുറത്ത് അധികാരത്തിൽ തുടരുന്നിടത്തോളം, ആയുധം കയ്യിലുള്ളിടത്തോളം ഇസ്രായേൽ സുരക്ഷിതമല്ല. ഒക്ടോബർ 7 അതിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഹമാസിനെ ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നു. അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട് ഹമാസ് തുടരുന്നെങ്കിൽ തുടരട്ടെ, സമാധാനം മതിയല്ലോ എന്നാണ്. ട്രംപിന്റെ മരുമകനും പ്രത്യേക പ്രതിനിധിയും ട്രംപിന് കൊടുത്തിരിക്കുന്ന ഉപദേശവും ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിയില്ല, അവർ ഭരണം തുടരട്ടെ എന്നാണ്. വാസ്തവത്തിൽ ട്രംപിന്റെ മൗനാനുവാദത്തോടുകൂടിയാണ് ഹമാസ് ഗസയുടെ നിയന്ത്രണം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ഇസ്രായേലിനെ വല്ലാതെ ചൊടിപ്പിച്ചു. ഏതാണ്ട് 7,000-ഓളം ഹമാസ് ഭീകരവാദികൾ ഗസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയും തോക്കു ധരിച്ച് അവർ ഗസയുടെ ക്രമസമാധാനത്തിന് വേണ്ടി രംഗത്ത് വരികയും ചെയ്തു. അവർ ഇങ്ങനെ പരസ്യമായി രംഗത്ത് വന്നത് ട്രംപിനോടുള്ള വിശ്വാസത്തിന് പുറത്താണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാനേ കഴിയുന്ന കാര്യമല്ല. എവിടെയൊക്കെയോ ഒളിഞ്ഞിരിക്കുന്ന ഹമാസ് ഭീകരവാദികളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇസ്രായേൽ അവിടുത്തെ സാധാരണ മനുഷ്യരെ പോലും കൊന്നൊടുക്കുന്നത്. അപ്പോഴിതാ ഹമാസ് ഭീകരവാദികൾ ആയുധധാരികളായി ഗാസ സിറ്റിയിലൂടെ ഇങ്ങനെ ഉലാത്തുമ്പോൾ എങ്ങനെ ഇസ്രായേലിന് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയും?